പാർലമെന്റിനകത്തും പുറത്തും ഗാന്ധിജിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം എല്ലാവരും കണ്ടു കാണുമല്ലോ. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിയുടെ പേര് മാറ്റുന്നതാണ് ഈ ബില്ലിലെ പ്രധാന പ്രശ്നം എന്നതാണ് UDFന്റെ ഒരു നരേറ്റീവ്. എന്നാൽ ശരിക്കും ഈ VBG രാംജി ബില്ലിന്റെ സത്യാവസ്ഥ ഇതൊന്നുമല്ല. പേര് മാറ്റുന്നതിലൂടെ കേന്ദ്രം ഗാന്ധിയല്ല വെട്ടുന്നത്. ഈ രാജ്യത്തെ സാധാരണക്കാരന്റെയും തൊഴിലാളിയുടെയും വയറ്റത്തടിക്കുന്ന നിരവധി പരിഷ്കരണങ്ങളാണ് ഈ VBG രാംജി എന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് കേന്ദ്രം വച്ചു നീട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തിരക്കുള്ള കാർഷിക സീസണിൽ 2 മാസം പദ്ധതി നിർത്തിവെക്കുമെന്ന് ബില്ലിൽ പറയുന്നുണ്ട്. കേരളത്തിൽ ഒരു കർഷക തൊഴിലാളിക്ക് കിട്ടുന്ന വേതനമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത്. വളരെ തുച്ഛമായ പൈസയ്ക്ക് പല ഭൂ ഉടമകൾക്കും വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു മിനിമം വേതനം ഉറപ്പാക്കുകയാണ് സത്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വഴി ചെയ്യുന്നത്. ഈ നിർത്തിവെക്കൽ നിലവിൽ വരുമ്പോൾ തൊഴിലാളികൾക്ക് ഉറപ്പായിട്ടും കുറഞ്ഞ വേതനത്തിൽ ഭൂ ഉടമകൾക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടി വരും. അതോടെ ഈ മിനിമം വേതനം എന്ന് പറയുന്നത് അവർക്ക് അന്യമാകും. കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തൊഴിലുറപ്പ് വഴി തൊഴിൽ ലഭിക്കുന്നവരുടെ എണ്ണം ഓരോ വർഷവും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 2020-21 സമയത്ത് 11 കോടിയിലധികം പേർ ജോലി ചെയ്തിരുന്ന പദ്ധതിയുടെ കീഴിൽ 5 വർഷം പിന്നിടുമ്പോൾ വെറും 7 കോടിയോളം പേരാണ് ജോലി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പദ്ധതിക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരുടെ കണക്കാണിത്. ജോലിക്ക് അപേക്ഷിച്ചിട്ട് പരിഗണിക്കാത്തവരുടെ എണ്ണം എത്രയായിരിക്കും എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. തൊഴിൽ നൽകുന്നത് മാത്രമല്ല, പദ്ധതിക്ക് നൽകുന്ന വിഹിതവും കാര്യമായി തന്നെ വെട്ടിക്കുറയ്ക്കണം. 2022-23 88,290 കോടി രൂപയായിരുന്നത് 24-25 85,641 കോടിയായി കുറഞ്ഞു. രൂപയുടെ മൂല്യവും പണപ്പെരുപ്പവും ഒക്കെ കണക്കിലെടുത്താൽ പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ വർഷം നീക്കിവെച്ച തുക തന്നെ നീക്കിവെച്ചാലും ഇത് സുഗമമായി നടത്താത്ത സാഹചര്യമാണ്. അപ്പൊ കുറവ് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെപ്പറ്റി പ്രത്യേകം പറയണ്ടല്ലോ. ഇതിനു പുറമെ തൊഴിൽ ദിവസങ്ങൾ 100-ൽ നിന്ന് 125 വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത് ബില്ലിന് വരാൻ പോകുന്ന എതിർപ്പുകളെ മറികടക്കാനുള്ള വെറും കണ്ണിൽ പൊടിയിടലാണ്. കേന്ദ്രത്തിന് വഹിക്കേണ്ട ചെലവ് കുറച്ച് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ബാധ്യത നൽകുന്ന തരത്തിലാണ് പുതിയ ബിൽ. അതായത് നിലവിൽ കേരളത്തിനോട് ചെയ്യുന്ന സാമ്പത്തിക ഉപരോധം പോലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും തൊഴിലുറപ്പിന് നൽകുന്ന ഫണ്ടിൽ കുടിശ്ശിക വരുത്തിയ കൂടുതൽ ബാധ്യത സംസ്ഥാനങ്ങൾക്ക് വരും. നിലവിലെ സാഹചര്യം പോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ ഇത് കൊടുക്കാതിരിക്കുകയും തൊഴിലാളികൾ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യും. സമാനമായ രീതിയിൽ തന്നെ കൊണ്ടുവന്ന മറ്റൊരു ബില്ലാണ് ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്നത്. ഒന്നാമതായി തന്നെ വിദേശ കമ്പനികൾ ഒരു രാജ്യത്തേക്ക് വരുന്നത് ലാഭം മാത്രം പ്രതീക്ഷിച്ചാണ്. ഇൻഷുറൻസ് മേഖല 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്നതാകുമ്പോൾ വിദേശ കുത്തകകൾ ഈ മേഖലയെ മുഴുവനായും കൈയടക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ സ്വാഭാവികമായും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാവും. ലാഭം പ്രതീക്ഷിച്ചുള്ള ഒരു കച്ചവടം മാത്രമായി ഇൻഷുറൻസ് മേഖല മാറും. അതോടെ ഈ സേവനം സാധാരണക്കാരന് ലഭ്യമല്ലാതെയാകും. ചുരുക്കി പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്കും സമ്പന്നർക്കും മാത്രം ലഭിക്കുന്ന ഒരു സേവനമായി ഇൻഷുറൻസ് മാറും. ആഗോളവൽക്കരണമെന്നും വികസനമെന്നും പേരിട്ട് വിളിക്കുന്ന പദ്ധതികൾക്കും ബില്ലുകൾക്കും പിന്നിലെ കച്ചവടത്തിന്റെ ചെറിയ 2 ഉദാഹരണങ്ങൾ മാത്രമാണിത്. ഒരു രാജ്യത്തിന്റെ പരമാധികാരം പല രീതിക്ക് ഉപയോഗിക്കാം. ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ അധികാരം ഉപയോഗിക്കേണ്ടത്. ജനാധിപത്യത്തിന്റെ ആട്ടിൻതോലിട്ട ഫാസിസ്റ്റ് നടപടികളാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ കാണുന്നത്. സാധാരണക്കാരന്റെ ജീവനും ജീവിതത്തിനും പുല്ലുവില കൊടുത്തുകൊണ്ടാണ് കേന്ദ്രം ഈ കച്ചവട തന്ത്രങ്ങൾ മെനയുന്നത്. അതിൽ കാര്യകാരണ സഹിതം പ്രതിഷേധിക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന കോൺഗ്രസ് തന്നെയാണ് ഈ ഫാസിസ്റ്റുകളുടെ കയ്യിലേക്ക് ഭരണം എത്താനുള്ള പ്രധാന കാരണം എന്ന് വേണം മനസ്സിലാക്കാൻ.